സ്ഥാപനങ്ങൾ ദേശസാൽക്കരിക്കണം. ഒപ്പം പുതിയ സ്കൂളുകൾ അനുവദിക്കുകയും അരുത്. സമ്മേളനത്തിൽ അവതരിപ്പിച്ച ഒരു പ്രമേയത്തിന്റെ ഉള്ളടക്കമാണിത്. ഉമ്മൻചാണ്ടിയുടെ കൈവശമാകട്ടെ മലയോര മേഖലകളിലും മറ്റും സ്കൂൾ അനുവദിക്കണമെന്നാവശ്യപ്പെടുന്ന നൂറുകണക്കിന് അപേക്ഷകൾ. വിദ്യാഭ്യാസ സൗകര്യമില്ലാത്ത ലക്ഷക്കണക്കിന് കുട്ടികൾ അന്ന് മലയോര ജില്ലകളിലുണ്ട്. നേരിട്ട് ബോധ്യമുള്ള കാര്യം. മറ്റൊന്നും ആലോചിച്ചില്ല. മണ്ടത്തരമെന്നാണ് ഉമ്മൻചാണ്ടി പ്രമേയത്തെ വിശേഷിപ്പിച്ചത്. സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പിന്നിലും ഈ പ്രായോഗികത തന്നെയായിരുന്നു. സാധാരണക്കാരുമായി നിരന്തരമുള്ള സമ്പർക്കമാണ് പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ പിൻബലം. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഞാൻ ഔദ്യോഗികമായിട്ടും അല്ലാതെയും ഒരുപാട് തവണ അദ്ദേഹവുമായിട്ട് ഈ കണ്ടുമുട്ടുമ്പോൾ ഒറ്റയ്ക്കൊന്ന് അദ്ദേഹത്തെ കാണാൻ വല്ല മാർഗമുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഒറ്റയ്ക്ക് കാണാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഏത് സമയത്ത് പോയാലും, പകലല്ല ഇനി പാതിരാത്രി പോയാലും ഒരാൾക്കൂട്ടുണ്ടാവും. അതാണൊരു അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ അടിത്തറയിലാണ് ഉമ്മൻചാണ്ടി സ്വന്തം രാഷ്ട്രീയ നിലപാടുകൾ രൂപപ്പെടുത്തിയത്. 1978 ചിക്കമംഗ്ലൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചതിൽ പ്രതിഷേധിച്ച് AK ആന്റണി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. തുടർന്ന് CPIയുടെ നേതൃത്വത്തിൽ PK വാസുദേവൻ നായർ മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ മന്ത്രിയായി തുടരാൻ ഉമ്മൻചാണ്ടി കൂട്ടാക്കിയില്ല. ഇതേ മനോഭാവമായിരുന്നു 1980. കോൺഗ്രസ് യു ഉൾപ്പെട്ട മുന്നണി മന്ത്രിസഭയിൽ ബദ്ധവൈരികളായവർ ഒരു കുടക്കീഴിൽ അണിനിരന്നപ്പോൾ ഉമ്മൻചാണ്ടി മുഖം തിരിച്ചു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താൽപര്യമില്ലായിരുന്ന ഉമ്മൻചാണ്ടിയെ AK ആന്റണി നിർബന്ധിച്ചാണ് മത്സര രംഗത്തിറക്കിയത്. ഞാൻ ഈ പാർലമെന്ററി പാർട്ടി യോഗം കഴിഞ്ഞാണ് തിരുവനന്തപുരത്ത് വരുന്നത്. തിരുവനന്തപുരത്ത് വരുമ്പോഴാണ് ഞാൻ അറിയുന്നത് എന്നെ പാർട്ടി ലീഡറായിട്ട് തിരഞ്ഞെടുത്തു എന്ന് ഞാൻ അറിയുന്നത്. പാർലമെന്ററി പാർട്ടി ലീഡറായിട്ട് തിരഞ്ഞെടുത്ത സാഹചര്യത്തിൽ ഞാൻ മന്ത്രിയാകണം എന്നുള്ളൊരു സമ്മർദ്ദം വന്നു. ഇല്ലെങ്കിൽ ഒരിക്കലും വരുമായിരുന്നില്ല. പക്ഷെ അതിനോട് ഞാൻ യോജിച്ചില്ല. ഞാൻ ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ മാറി നിൽക്കുകയാണ് ചെയ്തത്. എനിക്ക് പിന്നെ ആ ബന്ധത്തിൻ്റെ തുടക്കം മുതൽ തന്നെ എൻ്റെ റിസർവേഷൻ ഞാൻ വ്യക്തമാക്കിയിരുന്നു. ആ മന്ത്രിസഭയുടെ ഒരു തുടക്കത്തിൽ ആരംഭ മാസങ്ങളിൽ തന്നെ ഞാൻ പറഞ്ഞതാണ് ശരിയെന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെടുകയും ചെയ്തു. 40 വർഷത്തെ നിയമസഭാ പാരമ്പര്യമുണ്ടെങ്കിലും പ്രതിപക്ഷ നേതാവെന്ന ചുമതലയ്ക്ക് പുറമെ ഔദ്യോഗിക പദവികളിൽ ഇരുന്നത് വെറും 6 വർഷത്തിൽ താഴെ മാത്രമാണ്. ആന്റണിയുടെ നിഴലിൽ നിന്ന ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രി എന്ന വെള്ളി വെളിച്ചത്തിലേക്ക് ആന്റണി തന്നെ നീക്കി നിർത്തിയത് 2004-ലാണ്. അതുവരെ രാഷ്ട്രീയ നാടകങ്ങളുടെയും ചടുല നീക്കങ്ങളുടെയും പിന്നാമ്പുറങ്ങളിലായിരുന്നു ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയക്കാരൻ അരങ്ങു നിറഞ്ഞു നിന്ന് കരുനീക്കങ്ങൾ നടത്തിയത്. മുഖ്യമന്ത്രിയായതും ആഭ്യന്തരമന്ത്രിയായതും മാറ്റിവെച്ചാൽ വേദിയിലെത്തിയപ്പോഴെല്ലാം കാലാവധി പൂർത്തിയാക്കാതെ രാഷ്ട്രീയ നീക്കങ്ങളുടെ അമരക്കാരനായി സ്ഥാനമൊഴിയുകയായിരുന്നു. അന്നത്തെ ആ സാഹചര്യമനുസരിച്ച് ആ നിലപാടുകൾ ശരിയായിരുന്നു എന്നേ പറയാനൊക്കൂ. പിന്നീട് അത് സംബന്ധിച്ച് നമുക്ക് ആലോചന ഉണ്ടാകാം. അത് ഏത് രീതിയിൽ വേണമായിരുന്നു, അങ്ങനെ വേണമായിരുന്നു എന്നൊരു പുനർചിന്ത വരാം, സ്വാഭാവികമാണ്. പക്ഷേ രാഷ്ട്രീയ രംഗത്ത് നമ്മൾ കാണുന്ന അവസരത്തിൽ ഓരോ തീരുമാനങ്ങളും അതാത് സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ടാണ് രൂപീകരിക്കുക. അതിൻ്റെ ശരിതെറ്റുകളൊക്കെ വിലയിരുത്തേണ്ടത് അൾട്ടിമേറ്റായി വിലയിരുത്തേണ്ടത് കേരളത്തിലെ ജനങ്ങളാണ്. 1977-ലാണ് ആദ്യ മന്ത്രിപദം. K. കരുണാകരന്റെ നേതൃത്വത്തിൽ 1977 അധികാരമേറ്റ മന്ത്രിസഭയിലെ തൊഴിൽ മന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി. തൊഴിൽ വകുപ്പ് മന്ത്രി ഉമ്മൻചാണ്ടിയുടെ കൈനീട്ടമായിരുന്നു തൊഴിലില്ലായ്മ വേതനം. 1 വർഷത്തിനു ശേഷം ചുമതലയേറ്റ PKV മന്ത്രിസഭയിൽ തുടരാൻ വിസമ്മതിച്ചതോടെ തൊഴിൽ മന്ത്രി സ്ഥാനത്തിന് അല്പായുസായി. പിന്നീട് 81-ൽ ആഭ്യന്തരമന്ത്രിയായി 90 ദിവസം, 91-ൽ ധനമന്ത്രിയായി 3 വർഷം, മുഖ്യമന്ത്രിയായി 1.25 വർഷവും. 1982-ൽ ഞാൻ MLA ആയി വന്നപ്പോൾ പാർട്ടി ലീഡർ സ്ഥാനമുണ്ട്, മന്ത്രിസ്ഥാനമുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നോട് സംസാരിച്ച് പറഞ്ഞു, 2 സ്ഥാനങ്ങളുണ്ട്, രവിക്ക് ഇഷ്ടമുള്ള എടുക്കാം, ഒന്ന് എനിക്ക് എടുക്കാമല്ലോ എന്ന് പറഞ്ഞു. ഞങ്ങൾ തമ്മിലൊരു സൗഹൃദപരമായൊരു ധാരണയിൽ ഞാൻ ആഭ്യന്തരമന്ത്രിയായി, അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ ലീഡറായി.
അങ്ങനെയുള്ള യോജിച്ച് മാത്രം പ്രവർത്തിച്ചാണ് ഞങ്ങൾ എപ്പോഴും പോന്നിട്ടുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ശേഷം എ കെ ആന്റണി രാജിവെച്ച് ഡൽഹിയിൽ പോയപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായി. ഇതല്ലാതെ ഒരിക്കൽ പോലും ശ്രീ ഉമ്മൻചാണ്ടിക്ക് പോലും ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ അദ്ദേഹത്തോട് പാർട്ടി അലീൻ ചെയ്തത്. പക്ഷെ പാർട്ടി നിയമസഭാ കക്ഷിയുടെയും ഘടകകക്ഷികളുടെയും പിന്തുണയുണ്ടായിരുന്ന കെ കരുണാകരന് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിയേണ്ടി വന്ന രാഷ്ട്രീയ നീക്കങ്ങളുടെ സൂത്രധാരനും ഉമ്മൻചാണ്ടിയായിരുന്നു. ധനമന്ത്രി സ്ഥാനം രാജിവെച്ച് പുറത്തു വന്നതിനാൽ മന്ത്രിസഭയിലിരുന്ന് മുഖ്യമന്ത്രിക്കെതിരെ പരസ്യമായി പോരാടുന്നതിലെ അനൌചിത്യം ഒഴിവാക്കാനായി. രാഷ്ട്രീയ കളരിയിലെ മുഴുവൻ അടവുകളും കരുണാകരനും വിരുദ്ധരും പുറത്തെടുത്തു. തിരുവനന്തപുരത്തെ ഗാന്ധി പാർക്കിൽ വെച്ച് കരുണാകരൻ കീഴടങ്ങി. പിന്നെ കേരളം കണ്ടത് എ കെ ആന്റണി എന്ന മുഖ്യമന്ത്രിയെയാണ്. ഒരു മന്ത്രിസഭയിൽ ഒരു മുഖ്യമന്ത്രി കഴിഞ്ഞാൽ പിന്നത്തെ പ്രധാനപ്പെട്ട ഒരു വകുപ്പുമായിട്ട് ഇരിക്കുന്ന അവസരത്തിൽ പാർട്ടിക്ക് ദോഷകരമെന്ന് ഞാൻ വിശ്വസിക്കുന്ന, ഒരുപക്ഷെ അദ്ദേഹം തിരിച്ചായിരിക്കാം ധരിച്ചിട്ടുള്ളത്, പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ചില കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാതിരിക്കുന്നത് ശരിയല്ല എന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഞാനതിനെ ചോദ്യം ചെയ്യുകയും ഒരു പരിധി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനത് തുടരുന്നത് ശരിയല്ല എന്ന് കണ്ടുകൊണ്ട് ഞാൻ പുറത്ത് വരികയും ചെയ്തത്. വന്നതിന് ശേഷം ഞാൻ വളരെ സൈലൻ്റായിട്ട് മാറി നിൽക്കുകയായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ വെല്ലുവിളിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഞാൻ അന്ന് ചെയ്തത് ഒരു തെറ്റായ സംഗതിയാണ് എന്നുള്ള നിലയിൽ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് തുടർച്ചയായിട്ട് എനിക്ക് ആക്ഷേപങ്ങൾ വന്ന സാഹചര്യത്തിലാണ് ഞാൻ യോഗങ്ങളിൽ പോകാൻ തുടങ്ങിയത്. വർഷങ്ങൾക്കു ശേഷം കോൺഗ്രസിൽ നിന്ന് കരുണാകരൻ പിളർന്ന് പുറത്തിറങ്ങിയപ്പോഴും അവിടെയും ഉമ്മൻചാണ്ടിയുടെ നിഴൽ കണ്ടവരെ ആരും കുറ്റം പറയില്ല. മുറിവേറ്റവരും വേട്ടയാടപ്പെട്ടവരും രാഷ്ട്രീയത്തിലെ പതിവു കാഴ്ചകൾ. ഇണക്കവും പിണക്കവും അവിടെ സ്വാഭാവികം. ആദ്യം തന്നെ കെ കരുണാകരന്റെ ഭാഗത്തും പാളിച്ചുണ്ടാക്കിയിരുന്നു. ആന്റണിയെ താഴെ ഇറക്കുന്ന ഒരു സംവിധാനത്തിന് അദ്ദേഹം കൂട്ടുനിന്നു. സ്വാഭാവികമായിട്ടും അതിന്റെ പ്രതികരണം മറുഭാഗത്തുണ്ടായി. ആന്റണിയൊക്കെ പുറത്തെങ്കിലും ഉമ്മൻചാണ്ടിയെ പോലെ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്നവർക്ക് ഒരു വേദനയുണ്ടായി. കാരണം ആന്റണിയെ അപമാനിച്ച് ഹാളിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അവരുടെ ശരീരത്തിൽ മുറിവേറ്റു. ആ മുറിവ് കൂടുതൽ ശക്തമാക്കി അതിന് നേതൃത്വം കൊടുത്തു ഉമ്മൻചാണ്ടിയായിരുന്നു. ഞാൻ അദ്ദേഹത്തിന് അതിൽ കുറ്റം പറയാം. ആർക്കും വഴങ്ങുമെന്ന് തോന്നിപ്പിക്കുന്നതാണ് ഉമ്മൻചാണ്ടിയുടെ ശരീരഭാഷയുടെ രസതന്ത്രം. എന്നാൽ പലപ്പോഴും പ്രവർത്തകരുടെ സമ്മർദ്ദത്തിന് മുൻപിൽ മാത്രമാണ് ഉമ്മൻചാണ്ടിയുടെ മനസ്സലിയുന്നത്. വിട്ടുവീഴ്ചയുടെ ആളായി വിശേഷിപ്പിക്കാനും വിശ്വസിക്കാനുമാണ് ഘടകകക്ഷികൾക്ക് ആഗ്രഹം. എന്നാൽ മുന്നണി രാഷ്ട്രീയത്തിലും ഉമ്മൻചാണ്ടി അമർന്നു തുടങ്ങിയെന്നതാണ് വാസ്തവം. ഉചിതമെന്ന് സ്വയം ബോധ്യപ്പെടുത്തണം. ഘടകകക്ഷികൾക്ക് ഈ മനമാറ്റം നന്നായി അറിയാമെങ്കിലും പരസ്യമായി പറയില്ലെന്ന് മാത്രം. പാർട്ടികൾ തമ്മിലുള്ള ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനം ഉമ്മൻചാണ്ടി കൺക്ലൂഡ് ചെയ്യുന്നത് അതിലെ ഒരു ന്യായം ഇന്നതാണല്ലോ, അപ്പം അതല്ലേ അതിൻ്റെ ഒരു ശരി, നമുക്ക് അതിൻ്റെ കൂടെ നിൽക്കുക. അതിപ്പോൾ കോൺഗ്രസിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെങ്കിൽ പോലും അദ്ദേഹം പറയും. ചിലപ്പോൾ ലീഗിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെങ്കിൽ ഞങ്ങൾ ക്ഷമിക്കേണ്ടി വരും. എന്നെ അതിശക്തമായി അദ്ദേഹം ന്യായീകരിക്കുകയും പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ അങ്ങേക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് പാർട്ടിക്കോ യു ഡി എഫിന് വരും, അപ്പം ഞാൻ റിസൈൻ ചെയ്യും കേട്ടോ, ഞാനും പറഞ്ഞു. അപ്പോഴും അദ്ദേഹം എന്നോട് വരട്ടെ നോക്കാം. അവിടെ അദ്ദേഹത്തിൻ്റെ വിശ്വാസം. അപ്പം ആ ഒരു എത്ര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയമാണെങ്കിലും ശരി, ഒരു അദ്ദേഹം ഒന്ന് അതിൻ്റെ ഒരു ന്യായം നോക്കുക എന്നുള്ളത്. പിന്നെ ആ ഘട്ടങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് തീർച്ചയായിട്ടും വലിയ വാല്യുബിളായിരുന്നു. എന്താണ് 40 വർഷമായി തുടരുന്ന പുതുപ്പള്ളി എന്ന ഓരോ ലക്കവും സംഭവബഹുലമായ ഈ തുടർ നോവലിന്റെ വിജയരഹസ്യം? സോഷ്യലിസ്റ്റ് വർക്കർ കമ്മിറ്റഡ്. അതാണ് ഉമ്മൻചാണ്ടിക്കുള്ള രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ളതിന് കമ്മിറ്റഡാണ്. അപ്പോൾ എന്താണ് ജനങ്ങളുടെ നാടിക മടിപ്പ്, ഏതാണ് മുൻഗണന കൊടുക്കേണ്ട കാര്യം, ഇതൊക്കെ എല്ലാം പരിചയമുള്ള ഒരാളാണ്. സ്വന്തം മണ്ഡലത്തെ ഒപ്പം ചേർത്ത് നിർത്തിയവർ ചുരുക്കമേയുള്ളൂ കേരളത്തിൽ. പുതുപ്പള്ളി പോലെയാണ് പാലായും. ജനകീയനായ MLA, ജനകീയനായ ജനനായകൻ, ജനകീയനായ മുഖ്യമന്ത്രി,
മുഴുവൻ സമയവും ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയ്ക്ക് തന്റെ മുഴുവൻ സമയവും ജനസേവനത്തിന് വേണ്ടി, രാഷ്ട്ര സേവനത്തിന് വേണ്ടി മാറ്റിവെച്ച, സമർപ്പണം ചെയ്ത ഒരു പൊതുപ്രവർത്തകനാണ്, ഒരു മാതൃകാ പൊതുപ്രവർത്തകനാണ്. വഴിമാറി നടന്ന പഴയകാല കൂട്ടുകാർക്കും 40ന്റെ നേട്ടത്തിൽ അത്ഭുതമില്ല. 40 വർഷം ഒരേ നിയോജക മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുക എന്ന് പറഞ്ഞ ഒരു അപൂർവത അതിനുണ്ട്. അപ്പം അവിടെയുള്ള ഓരോ വോട്ടറായിരുന്നാലും നാട്ടുകാരായിരുന്നാലും അവരോടെല്ലാം തന്നെ ഉമ്മൻചാണ്ടിക്ക് നിലനിർത്താൻ കഴിഞ്ഞിട്ടുള്ളൊരു വ്യക്തിബന്ധം അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. മണ്ഡലം കുടുംബമാക്കിയ ഉമ്മൻചാണ്ടി പൂർണ്ണമായും പിടികൊടുത്തിട്ടുള്ളതും പുതുപ്പള്ളിക്കാർക്ക് മാത്രം. അവരുടെ മനസ്സിൽ ഉമ്മൻചാണ്ടി മന്ത്രിയോ പ്രതിപക്ഷ നേതാവോ മുഖ്യമന്ത്രിയോ ആയിട്ടില്ല, കുഞ്ഞൂഞ്ഞു മാത്രം. പുതുപ്പള്ളിയിൽ നിന്ന് മനസ്സും കാലും മാറ്റാത്ത കുഞ്ഞൂഞ്ഞ്.